ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഏറെ നാളിന് ശേഷം എത്തുന്ന ഐ എം ഗെയിം എന്ന ചിത്രം പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറിക്കുന്ന റിപ്പോർട്ട് അത് തന്നെയാണ്. ദുൽഖർ സൽമാൻസ് ഐ എം ഗെയിം പോസ്റ്റ്പോൺ ഫ്രം ഓണം റിലീസ് എന്നുള്ളതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. ദുൽഖറിൻ്റെ പേജുകളിലോ ഒന്നും തന്നെ, അല്ലെങ്കിൽ വേഫെയർ ഫിലിംസിൻ്റെ പേജുകളിലോ ഒന്നും തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ടില്ലെങ്കിലും അത് ഏറെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായി മാറുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഇതിനിടയിൽ ഇവിടെ നമുക്ക് കാണുന്ന വാർത്തകൾ ഇങ്ങനെ തന്നെയാണ്. വേറെ ഒന്നുമല്ല, നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഗാംബ്ലിംഗ് എൻ്റെ ഒരു വേൾഡ് തന്നെ സൃഷ്ടിക്കുന്ന ഈ ഒരു സിനിമ ഒരു വമ്പൻ ബഡ്ജറ്റിൽ വരുന്നു. ഈ ഒരു സിനിമ ഓണം റിലീസായി എത്തുമെന്ന് പറയുമെങ്കിലും ഇപ്പോൾ ഖലീഫയും 20-ന് റിലീസാകുന്നു. ഒപ്പം നിവിൻ പോളിയുടെ ബേദലഹയും കുടുംബ യൂണിറ്റ് 21-ന് റിലീസാകുന്നു. 26-ന് ടോക്സിക് എന്ന ചിത്രവും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സിനിമ മാറ്റുന്നു എന്നുള്ളതാണ് ഒരു വശത്തിൽ പറയുന്നത്. മറ്റൊന്ന് വേറെ ഒന്നുമല്ല, സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇതുവരെ കംപ്ലീറ്റ് ആയില്ല, തീരുമോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് തൊട്ട് അടുത്ത് നിൽക്കുന്ന ഖലീഫയുടെ ബുക്കിംഗ് ഒക്കെ, ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോഴും ഈ ഒരു സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസം വരെ വന്ന ഗംഭീര അപ്ഡേറ്റുകളും ഈ ഒരു ഓണക്കാലത്ത് വന്ന ചിത്രങ്ങളിൽ ഏറ്റവും ഹൈപ്പിൽ തന്നെ ഏറ്റവും മികച്ച പ്രൊമോഷനോടുകൂടി തന്നെ നിൽക്കുന്നതും ഐ എം ഗെയിം തന്നെയാണ്. ദുൽഖറിൻ്റെ ഒരു മാസ്മരിക ചിത്രം എന്നുള്ളത് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുത്തുന്നത്. എന്തായാലും പറഞ്ഞ കാര്യങ്ങളിൽ ഈ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ടോക്സിക്കിൻ്റെ റിലീസായിരിക്കാം ഈ ഒരു സിനിമയെ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള ഏറെയും ചാൻസ്. വേറെ ഒന്നുമല്ല, ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് ദുൽഖറിൻ്റെ സിനിമ പോകുന്നത്. കേരളത്തിന് പുറത്ത് വമ്പൻ മാർക്കറ്റ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. പ്രത്യേകിച്ച് മലയാള സിനിമകൾക്കൊന്നും ലഭിക്കാത്ത തരത്തിൽ ഉള്ള ആ ഒരു പാൻ ഇന്ത്യൻ റീച്ച് ഒരേ ഒരു പാൻ ഇന്ത്യൻ താരമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ദുൽഖറിന് നേടാൻ കഴിയുമെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് തെലുങ്ക് ഓഡിയൻസും തമിഴ് ഓഡിയൻസും കർണാടക ഓഡിയൻസും ഹിന്ദി ഓഡിയൻസും ദുൽഖറിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ മലയാളം പോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ബാക്കിയുള്ള മാർക്കറ്റിലും വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്നറിയാം. അവിടെ ടോക്സിക് പോലെയുള്ള, അതായത് KGF കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ചിത്രം എന്ന് ഉറപ്പിക്കാം. ആ ഒരു സിനിമ വരുമ്പോൾ എത്രത്തോളം ബാധിക്കും. അപ്പോൾ ഈ ഒരു സിനിമ 20-ാം തീയതിയിൽ നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് തന്നെ ആയിരിക്കാം കാരണമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും ഏറെയും തെലുങ്ക് ഇൻഡസ്ട്രി പോലും, അല്ലെങ്കിൽ അവിടുത്തെ ചാനലുകളും, അല്ലെങ്കിൽ അവിടുത്തെ ഓൺലൈൻ മീഡിയാസിൽ പോലും പോസ്റ്റ്പോൺ ചെയ്ത വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.